നമസ്കാരം. രാഷ്ട്രീയ സ്വയം സേവക് സംഘം അഥവാ RSSനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് BJP-യാണ്. എന്നാൽ BJP-യെ നോക്കി RSSനെ വിലയിരുത്തുന്നത് വലിയൊരു അബദ്ധമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് സംഘതലവൻ മോഹൻ ഭാഗവത്. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഭൂപ്പാലിൽ നടന്ന പരിപാടിയിലാണ് അദ്ദേഹം സംഘടനയുടെ സ്വഭാവത്തെക്കുറിച്ച് ചില നിർണായക കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്താണ് മോഹൻ ഭാഗവത് ഉദ്ദേശിച്ചത്? നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണയായി BJP-യുടെ മാതൃസംഘടനയായാണ് RSSനെ എല്ലാവരും കാണുന്നത്. എന്നാൽ BJP-യെ നോക്കി RSSനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഭാഗവത് പറയുന്നത്. BJP മാത്രമല്ല, വിദ്യാഭാരതി പോലുള്ള RSS അനുബന്ധ സംഘടനകളെ നോക്കി RSSനെ വിലയിരുത്തുന്നതും തെറ്റാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. RSS എന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന തികച്ചും വ്യത്യസ്തമായൊരു സംഘടനയാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. RSS പ്രവർത്തകർ യൂണിഫോം ധരിക്കുന്നതും ലാത്തി ഉപയോഗിച്ച് വ്യായാമം ചെയ്യുന്നതും കണ്ട് അതൊരു പാരാമിലിറ്ററി അഥവാ അർദ്ധസൈനിക സംഘടനയാണെന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ ഇതൊരു അബദ്ധമാണെന്ന് ഭാഗവത് പറയുന്നു. RSS ആർക്കും എതിരായിട്ടോ ഏതെങ്കിലും സാഹചര്യത്തോടുള്ള പ്രതികരണമായോ ഉണ്ടായ സംഘടനയല്ല. മറിച്ച് രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും അവർക്ക് മൂല്യബോധവും അച്ചടക്കവും നൽകാനുമാണ് സംഘം ശ്രമിക്കുന്നത്. ഭാരതം ഇനി ഒരിക്കലും വിദേശാധിപത്യത്തിന് കീഴിലാകരുത് എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. RSSനെ കുറിച്ച് ഇന്ന് പല തെറ്റായ പ്രചാരണങ്ങളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പലരും കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം വിക്കിപീഡിയ പോലുള്ള സൈറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. വിക്കിപീഡിയയിൽ കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ലെന്നും RSSനെ അറിയണമെങ്കിൽ അതിന്റെ യഥാർത്ഥ ഉറവിടങ്ങൾ പരിശോധിക്കണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം അദ്ദേഹം പറഞ്ഞത് സ്വദേശി ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ്. രാജ്യം ആത്മനിർഭർ അഥവാ സ്വയം പര്യാപ്തമാകണമെങ്കിൽ ആദ്യം വേണ്ടത് ആത്മഗൗരവമാണെന്ന് അദ്ദേഹം പറയുന്നു. സ്വന്തം നാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് തൊഴിൽ നൽകും. എന്നാൽ സ്വദേശി എന്നാൽ ലോകവുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കുക എന്നല്ല അർത്ഥം. ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത മരുന്നുകളും മറ്റും ഇറക്കുമതി ചെയ്യാം. പക്ഷേ ഒരു രാജ്യത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, മറിച്ച് ഇന്ത്യയുടെ സ്വന്തം നിബന്ധനകളിലായിരിക്കണം വ്യാപാരം നടക്കേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ, രാഷ്ട്രീയത്തിനപ്പുറം സാമൂഹികമായൊരു ഐക്യമാണ് RSS ലക്ഷ്യമിടുന്നതെന്നാണ് മോഹൻ ഭാഗവത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. 100ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സംഘടനയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനാണ് സംഘതലവൻ ഈ പ്രസംഗത്തിലൂടെ ശ്രമിച്ചത്. മോഹൻ ഭാഗവത്തിന്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.